പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ്. ഇന്ന് പുതിയ ഒരു വചന വായനാ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് ഒരുക്കമായി നമ്മൾ സാധാരണയായി ചെയ്തു വരാറുണ്ടായിരുന്നതുപോലെ ബഹുമാനപ്പെട്ട വിൽസനച്ചനുമായി ചേർന്ന് ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തുകയാണ്. പുതിയ വായനാ കാലഘട്ടത്തിൻ്റെ പേര് വിഭക്ത രാജ്യം, ദ ഡിവൈഡഡ് കിങ്ഡം. കഴിഞ്ഞ വായനാ കാലഘട്ടം രാജകീയ ജനം എന്നതായിരുന്നു. ഈ പുതിയ വായനാ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരുക്കമായി ഈ ചർച്ചയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ശബ്ദത്തിന് ഒരല്പം പോരായ്മ ഉണ്ട്, പക്ഷേ അത് നിങ്ങളുടെ വായനയ്ക്ക് തടസ്സമാകാതിരിക്കാൻ ശബ്ദത്തിൻ്റെ പ്രതിസന്ധി കണക്കിലെടുക്കാതെയാണ് ഇപ്പോൾ ഈ റെക്കോർഡിംഗ് നടത്തുന്നത്. അതുകൊണ്ട് ആ ശബ്ദത്തിനുണ്ടായിരിക്കുന്ന നേരിയ വ്യതിയാനം അതുകൊണ്ടാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ പുതിയ വായനാ കാലഘട്ടത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിൽസനച്ച, ഇന്നത്തെ ചർച്ചയിലേക്ക് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ വചന വായന എവിടെ എത്തി നിൽക്കുന്നു? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണല്ലോ നമ്മളിപ്പോൾ പൂർത്തിയാക്കിയത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം കുറച്ചുകൂടെ ഹൃദയം തുറന്ന് വായിക്കുവാൻ, അല്ലെങ്കിൽ ഈശോയെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കണ്ടെത്തുവാനായിട്ട് ഈ സുവിശേഷ വായന നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നടന്ന സംഭവങ്ങളൊക്കെ അച്ഛൻ വ്യത്യസ്തമായ ഒരു കോണിൽ വിശദീകരിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് സ്വീകാര്യമായിട്ട്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഈശോയോടൊത്തുള്ള ഒരു യാത്ര പോലെ ഒരു അനുഭവമായി മാറുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു സാക്ഷ്യമാണ് എനിക്ക് നൽകാനുള്ളത്. നമ്മൾ മർക്കോസിലേക്ക് യഥാർത്ഥത്തിൽ കടന്നത് പഴയ നിയമത്തിൽ നിന്നൊരു വലിയൊരു ജമ്പ് നടത്തിയിട്ടാണ്. നമ്മൾ വായിച്ചു നിർത്തിയിരുന്നത് രാജകീയ ജനം എന്ന ആ വായനാ കാലഘട്ടമായിരുന്നു. അതായത് രാജ്യം വിഭജിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ, സോളമൻ്റെ ഭരണകാലം വരെയാണ് നമ്മൾ വായിച്ച് പഴയ നിയമം അവസാനിപ്പിച്ചത്. ഇന്ന് അച്ഛൻ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അച്ഛൻ വരാൻ പോകുന്ന വായനാ കാലത്തെക്കുറിച്ച് ചിന്തിച്ചോ? അച്ഛൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? വിഭക്ത രാജ്യം എന്നുള്ള ഒരു ടൈം ലൈനിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ. വിഭക്ത രാജ്യം യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ നാശത്തിൻ്റെ ഒരു തുടക്കമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെയാണോ അച്ഛൻ അതിനെ വിശദീകരിക്കാനായിട്ട് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വിഭക്ത രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്താണ് അതിൽ നമുക്ക് പ്രത്യേകമായി കാണാനായിട്ട് പോകുന്നത് എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അതായത് അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് അച്ഛൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് ഏതൊരു വായനക്കാരനും യഥാർത്ഥത്തിൽ വളരെ ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ, എനിക്ക് തോന്നുന്നു, ചരിത്രത്തിലെ ഏറ്റവും, സഭയുടെ ചരിത്രത്തിലെ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന പോലെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മാത്രമല്ല, ഇരുണ്ട കാലഘട്ടം എന്ന് മാത്രമല്ല, ഇതൊരു വളരെ ക്രിട്ടിക്കലായ പീരീഡ് കൂടിയാണ്. നമ്മൾ വായിക്കാൻ പോകുന്ന കാലത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ട് അതിലേക്ക് കടക്കാം. അടുത്ത 22 ദിവസമാണ് നമ്മുടെ ഈ വായനാകാലം. വായിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ, പിന്നെ 2 ദിനവൃത്താന്തം 10 മുതൽ 28-ാമത്തെ അധ്യായം വരെ. നമ്മൾ ഈ ചരിത്രം വായിച്ചു പോകുന്ന കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവാചകന്മാരെ കൂടി കാണാനായിട്ട് പരിശ്രമിക്കും. അപ്പോൾ ഓസിയ, ആമോസ്, യോന, മീക്ക, ഈ പ്രവാചകന്മാരെ കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ സോളമൻ്റെ ഉത്തമഗീതം അതുകൂടി വായിക്കാനായിട്ട് പരിശ്രമിക്കും. ചരിത്ര കാലഘട്ടം പറഞ്ഞാൽ രാജ്യം വിഭജിക്കപ്പെടുന്നത് മുതൽ വടക്കൻ ഗോത്രങ്ങൾ അസീറിയ രാജാവിനാൽ നാടുകടത്തപ്പെടുന്നത് വരെയുള്ള ഒരു ചരിത്ര കാലഘട്ടമാണ് നമ്മുടെ ഈ വായനാകാലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഇതൊരു വളരെ ക്രിട്ടിക്കൽ പീരീഡാണ്, ഡാർക്ക് പീരീഡാണ്. ഈ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുകയാണ്. പശ്ചാത്തലം നമുക്ക് അറിയാം. കാരണം സാമുവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായമായിരുന്നു ഇവരുടെ ഒരു വഴിത്തിരിവായ അധ്യായം. അവിടെ നമുക്കറിയാം, രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയ ജനം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ലെങ്കിലും രാജാവിനെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ആ മുറവിളി എത്തി നിൽക്കുന്നത് സാവൂള് രാജാവായി നിയമിക്കപ്പെടുന്നതിലാണ്. എന്നാൽ സാവൂള് തിരസ്കരിക്കപ്പെട്ടു. ദാവീദ് രാജാവായി.
ദാവീദിൻ്റെ കാലം ഇസ്രായേലിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട, അവരുടെ ഏറ്റവും ഒരു വെൽഫെയർ പീരീഡ് എന്ന് പറയാവുന്ന കാലമായിരുന്നു. അവിടെ വെച്ചാണ് നമുക്കറിയാം നിത്യനായ ഒരു രാജാവ് യൂദാവംശത്തിലുണ്ടാകും, ദാവീദിൻ്റെ പരമ്പരയിലുണ്ടാകുമെന്നുള്ള ആ ദാവീദിനോട് ചെയ്ത ഉടമ്പടി നമ്മൾ വായിക്കുന്നത് 2 സാമുവേൽ 7-ാമത്തെ അധ്യായത്തിൽ. അത് കഴിഞ്ഞിട്ട് ദാവീദിന് ശേഷം സോളമൻ രാജാവാകുന്നു. ഈ സോളമൻ യഥാർത്ഥത്തിൽ ഒരു കിരാതനായ നിർദ്ദയനായ ഒരു ഫറവോയെപ്പോലെ ഒരു രാജാവായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം ഈ ജോസഫിൻ്റെ ഗോത്രത്തെ അടിമവേലയ്ക്ക് നിയമിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് കപ്പം ചുമത്തി ആഡംബര ജീവിതത്തിന് വേണ്ടി ഉള്ള പണം കണ്ടെത്തുന്നതിന് ഈ വടക്കൻ ഗോത്രങ്ങളെ അമിത ചുങ്കം പിരിക്കുകയും അതുപോലെ ജോസഫിൻ്റെ ഭവനത്തെ അടിമവേലയ്ക്ക് നിയമിക്കുകയും ചെയ്തു. ആ ജോസഫിൻ്റെ ഭവനത്തിലെ അടിമവേലയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് ജെറോബോവാം. അപ്പോൾ അങ്ങനെയുള്ള സോളമൻ്റെ ഏറ്റവും നിർദ്ദയമായ ഭരണകാലം സത്യത്തിൽ ജനം വളരെ പൊറുതിമുട്ടി ജീവിച്ച ഒരു കാലമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ നിയമങ്ങളും സോളമൻ തെറ്റിച്ചു. രാജാവിനെ സംബന്ധിക്കുന്ന നിയമങ്ങളൊന്ന്, നിയമഗ്രന്ഥം അദ്ദേഹം വായിക്കുമായിരുന്നില്ല. പിന്നെ രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുതെന്ന് പറഞ്ഞിരുന്നു, അത് അദ്ദേഹം അനുസരിച്ചില്ല. പിന്നെ അദ്ദേഹം സ്വർണം വെള്ളി ഇവ കുമിഞ്ഞ് കൂട്ടുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചു. അത് ദൈവം നേരിട്ട് പറഞ്ഞിരുന്നതാണ് അങ്ങനെ ചെയ്യരുതെന്ന്. പിന്നെ അനേകം ഭാര്യമാർ. അതുകൊണ്ട് തന്നെ ഈജിപ്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, വിഗ്രഹാരാധന, പിന്നെ ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണം നടത്തിയെങ്കിലും അദ്ദേഹം ദേവാലയത്തിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ സൂചനകൾ നമ്മുടെ വായനാ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുപോലെ പിന്നെയുള്ളത് പൂജാഗിരികളിലുള്ള വിഗ്രഹാരാധന. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് സോളമൻ ഒരു ദയനീയമായ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ രാജ്യം ആ സോളമൻ്റെ കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ വിഭജനത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. നമ്മൾ അവസാനം കണ്ടതാണ്, ഒരു 2-3 പേര് സോളമനെതിരെ ഉയർന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ജെറോബോവാം. ജെറോബോവാമിൻ്റെ നേതൃത്വത്തിലാണ് റഹോബോവാമിൻ്റെ അടുത്ത് വന്നിട്ട് ജനം ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് സോളമൻ ചുമത്തിയ ആ ടാക്സ് കുറച്ച് തരണം. അപ്പോൾ റഹോബോവാം, സോളമൻ്റെ മകൻ റഹോബോവാം അതിന് തയ്യാറാവുന്നില്ല. അദ്ദേഹം ഉപദേശം സ്വീകരിക്കുന്നത് സോളമൻ്റെ ഉപദേശകരോടല്ല, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടാണ്, ചെറുപ്പക്കാരോട്. അങ്ങനെ അസ്വസ്ഥരാകുന്ന ജനമാണ് ഈ സോളമനെതിരെ ഒരു കാലത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ, സോളമൻ കൊല്ലുമെന്ന് തോന്നിയപ്പോൾ നാട് വിട്ട് ഈജിപ്തിലേക്ക് പോയ ആ ജെറോബോവാമിൻ്റെ അമ്മ ഈജിപ്തുകാരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ എഫ്രായിം വംശജനാണ്. എഫ്രായിം എന്ന് പറഞ്ഞാൽ ജോസഫിൻ്റെ മക്കളിൽ ഒരാളാണ്. അപ്പോൾ ഈജിപ്ത് ബന്ധം ഈ ജെറോബോവാമിന് ഉണ്ട്. അങ്ങനെ ജെറോബോവാം ഈജിപ്തിലേക്ക് പോവുകയും സോളമൻ്റെ മരണശേഷം മടങ്ങിയെത്തുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ജെറോബോവാമിൻ്റെ നേതൃത്വത്തിലാണ് 10 ഗോത്രങ്ങൾ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് 2 രാജാക്കന്മാർ, പേരിന് സാമ്യമുണ്ട്. ഒന്ന് ജെറോബോവാം, മറ്റേത് റഹോബോവാം. അപ്പോൾ ഇവർ 2 പേരുടെയും കാലത്ത് ദേശം വിഭജിക്കപ്പെടുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം 930 BC-യിലാണ് രാജ്യം വിഭജിക്കപ്പെടുന്നത്. 10 ഗോത്രങ്ങൾ, വടക്ക് ഗോത്രങ്ങൾ ജെറോബോവാമിൻ്റെ നേതൃത്വത്തിൽ പിരിയുന്നു. പിന്നീട് യൂദായും ബെഞ്ചമിനും ചേർന്ന യൂദാ രാജ്യമായിട്ട് റഹോബോവാമിൻ്റെ, ദാവീദിൻ്റെ പരമ്പര നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വായനാ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ ജനവും വിഭജിക്കപ്പെടുകയാണ്. ദൈവം യഥാർത്ഥത്തിൽ ഈ വിഭജനത്തിലൂടെ ഇവരെ കൈവിട്ടോ, അല്ലെങ്കിൽ ദൈവം ഈ വിഭജനത്തിൽ ആരുടെ പക്ഷത്തായിരുന്നു? അതായത് അത് വളരെ ക്രിട്ടിക്കലായ ഒരു ചോദ്യമാണത്. നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു ഭാഗം, ഈ അഹിയ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഈ ജെറോബോവാമിനെ വഴിയിൽ വെച്ച് കാണുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പ്രവാചകൻ ജെറോബോവാമിനോട് പറയും, ഒരു കഷണം തുണി 10 കഷണങ്ങളായി കീറിക്കൊണ്ടാണ് അത് കൊടുത്തുകൊണ്ടാണ് പറയുന്നത്, രാജ്യത്തിൻ്റെ നല്ലൊരു പങ്ക് നിനക്ക് ദൈവം തരികയാണ്. അപ്പോൾ നീ വിശ്വസ്തനായിട്ട് നിലനിന്നാൽ നിന്റെ രാജ്യം ദൈവം സ്ഥിരപ്പെടുത്തും എന്ന ഒരു പ്രവചനം അഹിയ പറയുന്നുണ്ട് ജെറോബോവാമിനോട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ദാവീദിൻ്റെ സിംഹാസനം യൂദാ വംശത്തിൽ നിന്ന് തന്നെയാണ് വരുന്നതെങ്കിലും ആ രാജ്യത്തെ ആണ് ദൈവം തൻ്റെ മിശിഹായിലേക്കുള്ള ലൈനായിട്ട് പരിഗണിച്ചിരുന്നതെങ്കിലും ഈ വടക്കൻ ഗോത്രങ്ങൾ നശിച്ചു പോകുക എന്നത് ദൈവപദ്ധതിയുടെ ഭാഗമായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ജെറോബോവാം വിശ്വസ്തനായിട്ട് തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കാലാന്തരത്തിൽ ഇവർക്ക് ഒരുമിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും വിഭജിക്കപ്പെട്ട ഈ 2 രാജ്യങ്ങൾ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുകയും ചെയ്ത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാകുന്ന വിധത്തിൽ
ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊരു വിധത്തിൽ വെളിപ്പെട്ടനെ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ദൈവം ഇവർ രണ്ടുപേരുടെയും കൂടെ ആണ്. ദൈവം ഒരാളുടെ മാത്രം പക്ഷത്തെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം അകന്നു പോയതല്ല, ദൈവത്തെ അവരകറ്റിയതാണ്. അതിന് വളരെ ചരിത്രപരമായൊരു പശ്ചാത്തലമുണ്ട്. ഈ രാജ്യം വിഭജിക്കപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ജെറോബോവാം 10 ഗോത്രങ്ങളുടെ തലസ്ഥാനമായിട്ട് ആദ്യം ഷെക്കേമും പിന്നീട് സമരിയായും തലസ്ഥാനമായിട്ട് പരിഗണിച്ചു. അപ്പോൾ അവിടെ കേന്ദ്രമാക്കി, സമരിയ കേന്ദ്രമാക്കി ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു ആങ്സൈറ്റി തോന്നി. അതെന്താണെന്ന് വെച്ചാൽ ജനം ആരാധനയ്ക്ക് വേണ്ടി പോകുന്നത് ജെറുസലേമിലാണ്. കാരണം ടെമ്പിൾ ജെറുസലേമിലാണ്. അപ്പോൾ ഈ വർഷത്തിൽ 3 പ്രാവശ്യം തിരുനാൾ ആഘോഷിക്കാൻ ജെറുസലേമിലേക്ക് പോകുന്ന ജനം ജെറുസലേമിലേക്ക് കയറിപ്പോവുക എന്നാണ് ബൈബിളിലെ പ്രയോഗം. അപ് ടു ജെറുസലേം എന്നാണ്. അപ്പോൾ ജെറുസലേമിലേക്ക് കയറിപ്പോകുന്ന ജനം ഇറങ്ങി വരുമ്പോൾ അവരുടെ ഹൃദയം രാജാവിലേക്കും ദേവാലയത്തിലേക്കും ആകർഷിക്കപ്പെട്ട് തൻ്റെ അധികാരം അവർ തള്ളിപ്പറയുമോ എന്നൊരു ഭയം ജെറോബോവാമിന് ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ദാനിലും ബഥേലിലും, ദാനും ബഥേലും എന്ന് പറയുന്നത് ഈ മാറിപ്പോയ 10 ഗോത്രങ്ങളുടെ 2 അതിർത്തിയാണ്. ആ 2 അതിർത്തിയിൽ അദ്ദേഹം ഓരോ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ച്, ഇതാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാരെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വിഗ്രഹാരാധന ആരംഭിക്കുകയാണ്. മാത്രമല്ല ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഈ 2 സ്ഥലങ്ങളിലും പൂജാഗിരികളുണ്ടാക്കി ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചു. അപ്പോൾ ദൈവം ഈ വടക്കൻ ഗോത്രത്തെ തള്ളി പറഞ്ഞതല്ല, അവർ ദൈവത്തെ ഡയറക്റ്റായിട്ട് റിനൗൺസ് ചെയ്തതാണ്. അവർക്ക് വിഗ്രഹങ്ങൾ മതി എന്ന് പറഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ ഇനിഷ്യലി ഇപ്പോൾ അച്ഛൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം, ആരംഭത്തിൽ ദൈവം ഇവരുടെ 2 പേരുടെയും കൂടെ ആയിരുന്നു. എന്നാൽ അല്പസമയം കഴിയുമ്പോൾ വടക്കൻ ഗോത്രങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ അവരുടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞു. ഈ വിഭക്ത രാജ്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ ഉള്ളതുപോലെ നമുക്ക് തോന്നും. അച്ഛനങ്ങനെ, പ്രത്യേകിച്ച് അച്ഛൻ ഇത് വായിച്ചൊക്കെ തുടർന്ന് വരുമ്പോൾ ഈ കൺഫ്യൂഷൻസൊക്കെ അച്ഛനും അനുഭവപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്താണ്? അതായത് ഏത് വായനക്കാരനെ സംബന്ധിച്ചും ഈ ഭാഗം വായിക്കാതെ വിടുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത്, ഈ രാജാക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ ഇതിങ്ങനെ ആദ്യം ഒരു രാജ്യത്തിലെ രാജാവിൻ്റെ കാര്യം പറയും, അത് കഴിഞ്ഞ് ആ രാജ്യത്തിലെ രാജാവിനെ കുറിച്ചല്ല അടുത്ത് പറയുന്നത്, പിന്നെ ഉടനെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ ഒഴിവാകുന്നതിന് 2-3 കാര്യങ്ങൾ ഒന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഒന്നാമത്തേത് ഈ രാജ്യങ്ങളുടെ പേര്. അപ്പോൾ യൂദായെ പരാമർശിക്കുമ്പോൾ, യൂദ എന്ന് പറയുമ്പോൾ യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങൾ, തലസ്ഥാന നഗരം, ദാവീദിൻ്റെ സിംഹാസനമുള്ള സ്ഥലം. യൂദായെ പരാമർശിക്കുമ്പോൾ ചിലപ്പോൾ യൂദ എന്ന് പറയും, ചിലപ്പോൾ ജെറുസലേം എന്ന് പറയും. അപ്പോൾ ജെറുസലേം എന്ന് പറഞ്ഞാലും യൂദ എന്ന് പറഞ്ഞാലും അത് സൂചിപ്പിക്കുന്നത് യൂദാ രാജ്യത്തെയാണ്. ഇസ്രായേലിനെ 10 ഗോത്രങ്ങളുടെ, വടക്കൻ ഗോത്രങ്ങളുടെ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ പല പേരുകൾ പറയും. ഇസ്രായേൽ എന്ന് പറയും, എഫ്രായിം എന്ന് പറയും, അതുപോലെ തന്നെ സമറിയ എന്ന് പറയും. അപ്പോൾ സമറിയായിൽ ആഹാബ് രാജാവായി എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്, ഒരു സംശയം തോന്നും. അപ്പോൾ നമുക്ക് ആദ്യം ഈ കാര്യങ്ങളിൽ കൃത്യത വരുത്തുക. ഒന്ന്, യൂദ അല്ലെങ്കിൽ ജെറുസലേം എന്ന് പറഞ്ഞാൽ അത് യൂദാ രാജ്യം. ഇസ്രായേൽ, എഫ്രായിം, സമരിയ എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ രാജ്യം. ഇനി എഫ്രായിം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ജെറോബോവാം എഫ്രായിം വംശജനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി 10 ഗോത്രങ്ങളെ മൊത്തത്തിൽ എഫ്രായിം എന്ന് വിളിക്കും. ഉദാഹരണത്തിന് പ്രവാചകന്മാരുടെ രചനകളിൽ എഫ്രായിം എൻ്റെ വത്സലപുത്രൻ, എൻ്റെ ഓമനക്കുട്ടൻ എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ 10 ഗോത്രങ്ങളെയാണ്, ആ നോർത്തേൺ കിങ്ഡത്തെയാണ്. അപ്പോൾ അതാണ് നമ്മൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. പിന്നെ വേറൊന്ന്, നമ്മൾ ഒരു ഹോംവർക്ക് പോലെ ഇസ്രായേലിലെ രാജാക്കന്മാരുടെ ലിസ്റ്റ്, യൂദാ രാജാക്കന്മാരുടെ ലിസ്റ്റ്, ഇത് ഒന്ന് എഴുതി സൂക്ഷിച്ചാൽ നമുക്ക് കുറേ ആശയക്കുഴപ്പം ഒഴിവാകും. അപ്പോൾ അതാ നമ്മുടെ ബൈബിളിൽ തന്നെയുള്ള വിവരണങ്ങൾ വായിക്കുമ്പോൾ ആദ്യം അവരെവിടെ രാജാവായി എന്ന് കാണുമ്പോൾ നമുക്കത് കാണാൻ പറ്റും, അത് യൂദായിലെയാണോ ഇസ്രായേലിലെയാണോ എന്ന്. അപ്പോൾ ഇസ്രായേലിൽ ഇന്നയാൾ ഭരിക്കുമ്പോൾ യൂദായിൽ ഇന്നയാൾ രാജാവായി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഒരു 2 ലിസ്റ്റ് സൂക്ഷിച്ചിട്ട്, ഇസ്രായേൽ രാജാവിൻ്റെ ലിസ്റ്റ്, യൂദാ രാജാവിൻ്റെ ലിസ്റ്റ്, അങ്ങനെ നമ്മൾ ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് സൂക്ഷിച്ചാൽ എളുപ്പമുണ്ട് മനസ്സിലാകാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു രാജാവിന് തന്നെ ചിലപ്പോൾ 2 പേരായിരിക്കും, ദിനവൃത്താന്തത്തിൽ ഒരു പേരായിരിക്കും പറയുന്നത്, രാജാക്കന്മാർ വേറൊരു പേരാണ്. ഉദാഹരണത്തിന് ഉസിയയുടെ വേറൊരു പേരാണ് അസറിയ. അപ്പോൾ നമ്മളിപ്പോൾ അസറിയ എന്ന് വായിക്കുമ്പോൾ അത് ഉസിയായാണോ എന്ന് ചിലപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഇത് രണ്ടും ഒരാളാണ്. പിന്നെ
ഒരേ പേരുള്ള രാജാക്കന്മാർ രണ്ട് സ്ഥലത്തും ഒരേ സമയത്ത് രാജാവായിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഒരേ സമയത്ത് രണ്ട് രാജ്യവും ഭരിക്കുന്ന ഒരേ പേരുള്ള രാജാവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പേരുകൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ചാൽ ഈ കൺഫ്യൂഷൻ ഒഴിവാകും എന്ന് പറയുന്നത്. ഞാൻ അത് ഈ രണ്ട് രാജ്യങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഒന്ന് പൊതുവായിട്ട് സൂചിപ്പിക്കാം. അപ്പോൾ അത് നമുക്ക് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കൺഫ്യൂഷൻ ഒഴിവാകും. മൊത്തത്തിൽ നമ്മൾ ഈ വായിക്കാൻ പോകുന്ന ഭാഗം പറയുന്നത് 20 രാജാക്കന്മാരുടെ ചരിത്രമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഭാഗത്ത് കാണാൻ പോകുന്നത് 20 രാജാക്കന്മാരുടെ ചരിത്രം. അപ്പോൾ ഈ 20 രാജാക്കന്മാരുടെ ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ വടക്കൻ ഗോത്രങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ 9 ഡൈനാസ്റ്റികളിൽ നിന്നുള്ള രാജാക്കന്മാരാണ് അവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ 9 രാജവംശങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യൂദാ രാജ്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഡൈനാസ്റ്റി ഉള്ളൂ, അത് ദാവീദിൻ്റെ പരമ്പര മാത്രമാണ്. എന്നാൽ മറ്റിടത്തെല്ലാം മാറി മാറി സ്ഥാനത്തിന് വേണ്ടിയുള്ള യുദ്ധം നടന്ന് 9 ഡൈനാസ്റ്റികളായി. ഇതിനകത്തെ 6 രാജാക്കന്മാർ കൊല്ലപ്പെടുകയാണ് ഇസ്രായേലിലെ. ഇനി ഇസ്രായേൽ രാജാക്കന്മാരിലെ എല്ലാവരും തന്നെ മോശപ്പെട്ടവരായിരുന്നു. അതിൽ ഒരു രാജാവ് പോലും ഇല്ല നല്ല രാജാവ് ഇസ്രായേലിലെ. എന്നാൽ യൂദാ രാജാക്കന്മാരുടെ കാര്യം വരുമ്പോൾ യൂദാ രാജാക്കന്മാരിൽ 6 നല്ല രാജാക്കന്മാരുണ്ട്, 2 വളരെ നല്ല രാജാക്കന്മാരുണ്ട്, ഒരു വളരെ മോശപ്പെട്ട രാജാവുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ പേരുകൾ മനസ്സിലൊന്ന് വെച്ചിരുന്നാൽ നമുക്ക് കുറേ കൂടി ശ്രദ്ധ അതിനകത്ത് കൊടുക്കാൻ പറ്റും. അതായത് യൂദായിൽ 6 നല്ല രാജാക്കന്മാരുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതല്ല, അവർക്ക് കുറേ ബാഡ് ഗ്രേ ഷെയ്ഡ് ഉണ്ട്, പക്ഷേ പൊതുവെ നല്ലവരായിരുന്നു. പ്രത്യേകിച്ച് ആരംഭകാലത്തൊക്കെ വളരെ നല്ലതായിരുന്നു. ചിലപ്പോൾ അവസാന ഭാഗം എത്തുമ്പോൾ കുറച്ച് മോശമായിട്ടൊക്കെ മാറിയിട്ടുണ്ടാകും. അപ്പോൾ ആ പേരുകളാണ്: 1 ആസ, 2 യഹോഷാഫാത്ത്, 3 യോവാഷ്, 4 അമസിയ, 5 ഉസിയ, 6 യോഥാം. യൂദായിലെ ഈ 6 രാജാക്കന്മാർ പൊതുവേ നല്ലവരായിരുന്നു. ഇനി വളരെ നല്ല രാജാക്കന്മാർ 2 പേരാണ്: 1 ഹെസക്കിയ, 2 ജോസിയ. അപ്പോൾ ഹെസക്കിയായും ജോസിയായും വളരെ നല്ല രാജാക്കന്മാരാണ്. യൂദായിലെ ഏറ്റവും മോശപ്പെട്ട രാജാവായിരുന്നു മനാസെ, ഹെസക്കിയയുടെ മകനായ മനാസെ. അദ്ദേഹം 55 വർഷമാണ് യൂദായെ ഭരിച്ചത്. ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനാസയായിരുന്നു. ഇനി യൂദാ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു രാജ്ഞിയുണ്ട്. അത് ദൈവപദ്ധതിയുടെ വിരുദ്ധമായി നടന്ന ഒരു കാര്യമാണ്. അവളുടെ പേര് അത്താലിയ എന്നാണ്. ഈ അത്താലിയ ഇസ്രായേലിലെ ഏറ്റവും മോശപ്പെട്ട രാജാവായ ആഹാബിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജസബലിൻ്റെയും മകളായിരുന്നു. അപ്പോൾ നമുക്ക് സംശയം വരും, അവളെങ്ങനെയാണ് ഇവിടുത്തെ രാജ്ഞിയായത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് ഈ രാജ്യം വിഭജിക്കപ്പെട്ട് കഴിഞ്ഞ് ആദ്യം ഒരു 80 വർഷം ഇവർ തമ്മിൽ യുദ്ധമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇസ്രായേലും യൂദായും തമ്മിൽ യുദ്ധമാണ്. അപ്പോൾ അന്നേരമാണ് സമരിയായെ കൂട്ടുപിടിക്കും, അസീറിയയെ കൂട്ടുപിടിക്കും, എന്നിട്ട് യൂദായെ ആക്രമിക്കും. ആദ്യത്തെ 80 വർഷം. പിന്നെ അടുത്ത 80 വർഷം ഇവർ തമ്മിൽ സമാധാനത്തിലാണ്. അതായത് ആഹാബിൻ്റെയൊക്കെ കാലം വരുമ്പോഴേക്കും ഈ യൂദായും ഇസ്രായേലും തമ്മിൽ സമാധാനത്തിലാവും. അപ്പോൾ ഈ 2 രാജകുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കും. അങ്ങനെയാണ് ആഹാബിൻ്റെ മകള് അത്താലിയ യൂദാ രാജ്യത്തിൽ വിവാഹിതയായിട്ട് അവിടെ എത്തുന്നത്. എത്തിയിട്ട് അവൾ എന്തു ചെയ്യും? അവൾ പരമ്പര നശിച്ചു പോകാൻ വേണ്ടി തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലാൻ നോക്കും. പക്ഷെ അതിൽ ഒരു കുഞ്ഞിനെ മാത്രം പ്രധാന പുരോഹിതൻ ദേവാലയത്തിൽ ഒളിപ്പിച്ച് വളർത്തും. അങ്ങനെ അദ്ദേഹം പിന്നീട് വന്ന് ഇവളെ വധിക്കുകയും അങ്ങനെയാണ് അത്താലിയ നീക്കം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുണ്ട് യൂദാ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ. വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. ഈ സേക്രഡ് ലൈനിൽ ജസബലിൻ്റെ മകളെ ഒളിച്ചു കടത്താൻ സാത്താൻ നടത്തിയ ഒരു പരിശ്രമം കൂടി ഈ ലൈനിൽ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ രാജാക്കന്മാരെക്കുറിച്ച് പൊതുവായിട്ട് ജനറലായിട്ട് മനസ്സിലാക്കിയാൽ ഈ കൺഫ്യൂഷൻ ഒഴിവാകും. ഇങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് വായന വളരെ എളുപ്പമായിരുന്നു. കാരണം ഞാൻ വായിക്കാൻ പോകുന്ന ഭാഗത്ത് ആദ്യം തന്നെ ഞാൻ 2 ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടുത്തെ രാജാവാണെന്ന് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ കണ്ടിന്യൂറ്റി മിസ്സായില്ല. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തൊട്ട് മുമ്പ് വായിച്ച് നമ്മൾ മറന്നു പോകും. പ്രത്യേകിച്ച് ഒരു ദിവസം കഴിഞ്ഞായിരിക്കില്ല വായിക്കുമ്പോൾ ചിലപ്പോൾ വേറെ അപ്പുറത്തെ രാജാവിൻ്റെ ആയിരിക്കും അടുത്ത ദിവസം വായിക്കുന്നത്. അപ്പോൾ വിട്ടുപോകും. അപ്പോൾ ആ ലൈൻ വിട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതാണ്: നമ്മളൊരു 2 ലിസ്റ്റ് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളിതെല്ലാം വായിച്ച് വട്ടുപിടിച്ചിരിക്കുന്ന സമയത്താണ് ഏലിയ അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ ചരിത്രം കടന്നു വരുന്നത്. വളരെ കുളിർമ നൽകുന്ന ഒരു വചനഭാഗമാണ് അതൊക്കെ. അച്ഛന് ഏലിയായെക്കുറിച്ച് ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. ഏലിയായുടെ പ്രവാചകന്മാരുടെ പ്രതിനിധിയായിട്ടാണ് വചനത്തിൽ. നിയമത്തിൻ്റെ പ്രതിനിധി മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധി ഏലിയായും ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏലിയായുടെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഏലിയായുടെ ഒരു പ്രാധാന്യം, അതായത് താബോർ മലയിൽ ഇറങ്ങി വരത്തക്കവണ്ണമുള്ള ഒരു പ്രാധാന്യം എന്താണ് ഏലിയായ്ക്ക്? അതായത് നമ്മൾ ഏലിയായെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രവാചകന്മാരെ കുറിച്ചുള്ള ഒരു കാര്യം, ഒരു സൂചന പറയുന്നതല്ലാന്ന് തോന്നുന്നു.
പ്രവാചകന്മാരുടെ ഉദയം യഥാർത്ഥത്തിൽ ഈ രാജാക്കന്മാരുടെ ആ കാലഘട്ടത്തിലാണ്. പക്ഷേ അതിനു മുമ്പ് പ്രവാചകന്മാരില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. മോശ പ്രവാചകനായിരുന്നു, മിറിയാം പ്രവാചികയായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രവാചകൻ എന്ന ആ ഒരു ദൈവിക സംവിധാനം ഒരു തുടർച്ചയായി നിലവിൽ വരുന്ന സാഹചര്യം സൃഷ്ടിച്ചത് രാജാക്കന്മാരുടെ അവിശ്വസ്തതയാണ്. അതായത് എപ്പോഴും ഇസ്രായേലിൻ്റെ ചരിത്രം കിടക്കുന്നത് അവരുടെ നേതാക്കന്മാരുമായി കെട്ടുപിണഞ്ഞാണ്. നമുക്കറിയാം 3 തരം നേതൃത്വമാണ് ഇസ്രായേലിനുണ്ടായിരുന്നത്. ഒന്ന് പിതാക്കന്മാരുടെ ഒരു നേതൃത്വം, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ, ജോഷുവ, ജോസഫ്, ഇവരെല്ലാം നമുക്ക് ആ പേട്രിയാർക്കൽ ലൈനിൽ കാണാവുന്നതാണ്. പിന്നെ വരുന്നതാണ് രാജാക്കന്മാർ, പിന്നെ വരുന്നതാണ് പ്രവാചകന്മാർ, പിന്നെ അവസാനം വരുമ്പോഴേക്കും പുരോഹിതന്മാർ. നമ്മൾ ഈ മക്കവായരുടെ കാലമൊക്കെ വരുമ്പോഴേക്കും ലീഡർഷിപ്പ് പ്രീസ്റ്റ്ഹുഡിലേക്ക് മാറും. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ഈ ജനത്തെ നയിക്കുന്നത് മുഴുവൻ ഈ ലീഡർഷിപ്പിലൂടെയാണ്. പക്ഷേ രാജാക്കന്മാരുടെ കാലം വരുമ്പോഴേക്കും സംഭവിച്ചത് ഈ നേതൃത്വം ദുഷിക്കാൻ തുടങ്ങി. ആ രാജ്യത്തിലെ രാജാക്കന്മാരാണ് ഏറ്റവും ബാഡായ ആളുകൾ. അപ്പോൾ ഈ ഒരു സമയത്ത് ദൈവിക തലം നിലനിർത്താനും ദൈവത്തിൻ്റെ സ്വരം ജനങ്ങളെ അറിയിക്കാനും ആ ജനതയെ ദൈവം തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പരമ്പരയിൽ നിലനിർത്താനും ദൈവം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് പ്രവാചക ദൗത്യം. അപ്പോൾ അവരിൽ നമ്മൾ കാണുന്ന ഏറ്റവും ശക്തനായ പ്രവാചകനാണ് ഏലിയ. ഏലിയയെക്കുറിച്ച് നമ്മൾ കാണേണ്ടത് ഏലിയായും ഏലീഷായും യഥാർത്ഥത്തിൽ പ്രവചിക്കുന്നത് വടക്കൻ ഗോത്രങ്ങളായ ഇസ്രായേലിനോടാണ്. പ്രവാചകന്മാരെ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇവൻ ആരോടാണ് പ്രവചിച്ചത് എന്നുള്ളത്. 3 തരത്തിലാണ് പ്രവാചകന്മാരുടെ പ്രവചനം നടന്നത്. ഒന്ന്, ചില പ്രവാചകന്മാർ നോർത്തിനോട്, അതായത് ഈ വടക്കൻ ഗോത്രങ്ങളോട് അല്ലെങ്കിൽ ഇസ്രായേലിനോട് പ്രവചിച്ചു. അതിലെ പ്രധാനികളാണ് ഏലിയ, ഏലീഷ, ആമോസ്, ഓസിയ. ഇവർ 4 പേരും നോർത്തിനോട്, അതായത് ജെറോബോവാം വിഗ്രഹാരാധനയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയ ആ വടക്കൻ ഗോത്രങ്ങളോടാണ് അവർ പ്രവചിച്ചത്. ഇനി അതുപോലെ മിക്ക അല്ലെങ്കിൽ യേശയ്യ അല്ലെങ്കിൽ എസക്കിയേൽ ഇവരെല്ലാം പ്രവചിച്ചത് യൂദാ ഗോത്രത്തോടാണ്. അപ്പോൾ ആദ്യം പ്രവാചക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാരോട് പ്രവചിച്ചു? ഏലിയായെക്കുറിച്ച് പറയുമ്പോൾ ഈ വടക്കൻ ഗോത്രങ്ങൾക്ക് തങ്ങളുടെ അനിവാര്യമായ അല്ലെങ്കിൽ തങ്ങൾ എത്തി നിൽക്കുന്ന സംഭവിക്കാൻ ഏറ്റവും സുനിശ്ചിതമായ സാധ്യതയുള്ള നാശത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള ദൈവത്തിൻ്റെ ക്ഷണമായിട്ടാണ് ഏലിയായും ഏലീഷായും ഒക്കെ രംഗപ്രവേശനം ചെയ്യുന്നത്. ഏറ്റവും മോശപ്പെട്ട രാജാവായ ആഹാബിൻ്റെ കാലത്താണ് ഏലിയായുടെ പ്രവചന ശുശ്രൂഷ. അതിൻ്റെ അർത്ഥം ഏറ്റവും അങ്ങേയറ്റത്തെ എക്സ്ട്രീമിലേക്ക് രാജ്യം പോകുമ്പോൾ ഇങ്ങേയറ്റത്തെ എക്സ്ട്രീമിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവരാൻ അത്രയും കരുത്തനായ ഒരു പ്രവാചകനെയാണ് ദൈവം എഴുന്നേൽപ്പിച്ചത്. എപ്പോഴും ഓർക്കേണ്ടത് പ്രവാചകന്മാരുടെ ഉദയം എപ്പോഴും ഈ തിന്മയുടെ ബാഹുല്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് തിന്മ വർദ്ധിക്കുന്നിടത്ത് ദൈവം അത്രയും ദൈവകൃപയുള്ള ആളുകളെ ഈ മറുവശത്ത് ദൈവം സമ്മാനിക്കുന്ന രക്ഷ ഏറ്റെടുക്കാനായിട്ട് അതിൻ്റെ സ്വാധീനം ചെലുത്താനായിട്ട് നിയമിക്കും. അപ്പോൾ അതാണ് ഏലിയായിൽ പ്രവർത്തിച്ച ദൈവശക്തിയുടെ ആധാരം. കാരണം ഇതുപോലെ ദൈവശക്തി വെളിപ്പെട്ടില്ലെങ്കിൽ ഈ വടക്കൻ ഗോത്രങ്ങൾ വിചാരിക്കും വിഗ്രഹങ്ങളാണ് ശരിയെന്ന്. അവർക്ക് മടങ്ങി വരാൻ ഒരു സ്വാധീനമില്ലാതാവും. അതുകൊണ്ടാണ് ഈ കാർമൽ മലയിലൊക്കെ ഏലിയ വിളിക്കുമ്പോൾ അഗ്നി ഇറങ്ങുന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അവസാനത്തെ ക്ഷണമാണിത്. അതായത് നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാല് ചവിട്ടും എന്നൊക്കെ പറഞ്ഞ ഏലിയ ഈ കർമ്മലയിൽ വെച്ച് ജനത്തോട് പറയുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ അതാണ് ഏലിയായെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ടത്. അത്രയും തിന്മ വർദ്ധിച്ച് ജനം നശിച്ചു തുടങ്ങിയ സമയത്ത് ദൈവം മടങ്ങി വരാൻ കൊടുത്ത ഒരു ആഹ്വാനത്തിൻ്റെ ആൾരൂപമായിരുന്നു ഏലിയ. അതേ ടാസ്ക് തന്നെയാണ് ഏലീഷായും. നമ്മൾ ഏലീഷയുടെ ജീവിതം വായിക്കുമ്പോഴെല്ലാം ഈ വടക്കൻ ഗോത്രങ്ങളുടെ നിരർത്ഥകതയാണ് ദൈവം തെളിയിക്കുന്നത്. നമുക്ക് വളരെ കൗതുകരമായൊരു കാര്യമുണ്ട്. നമ്മൾ ഈ സറപ്തായിലെ വിധവയുടെ കാര്യം വായിക്കുമല്ലോ. വായിക്കുമ്പോൾ അവിടെയാണല്ലോ ഏലിയായെ ഒളിപ്പിച്ച് താമസിപ്പിച്ച്. അതെ. ആരിൽ നിന്നാണ് ഒളിപ്പിച്ചത്? ജസബലിൽ നിന്ന്. അതെ. ജസബലിൻ്റെ ഗ്രാമമാണ് സറപ്ത. അതായത് ഈ സറപ്തായിൽ നിന്നുള്ള സീദോനിലെ രാജാവിൻ്റെ മകളാണ് ജസബല്. അവളുടെ നാട്ടിലാണ് ഏലിയായെ ദൈവം കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതാണ് ദൈവം യഥാർത്ഥത്തിൽ അവരെ ചലഞ്ച് ചെയ്യുക. നിങ്ങൾ കൊല്ലാൻ നോക്കുന്ന പ്രവാചകനെ നിന്റെ ബന്ധുക്കളുടെ ഇടയിലാണ് ഞാൻ കൊണ്ടുവന്ന് ഒളിച്ച് താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും ഈ ടഗ് ഓഫ് വാർ നമുക്ക് ദൈവവും വിഗ്രഹങ്ങളും തമ്മിലുള്ള ഈ ഒരു വടംവലി നമുക്ക് പ്രവാചകന്മാരിലൂടെ കാണാനായിട്ട് പറ്റും. ഇനി ഇതൊക്കെ വായിച്ച് വരുമ്പോൾ അച്ഛൻ കുറച്ചുകൂടി വിശദീകരിക്കുമായിരിക്കും. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, പ്രവാചകന്മാരെ കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഏലിയ ഒരു മോഡലായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഭയപ്പെടുന്ന ഒരു ഏലിയയെ കാണുന്നുണ്ട്. എന്താ ഈ പ്രവാചകന്മാർക്ക് ഭയമുണ്ടാകാൻ കാര്യം?
അതായത് പ്രത്യേകിച്ച് നമ്മൾ ഏലിയായുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഏലിയ മാത്രമല്ല, മോശ ഈജിപ്തിലേക്ക് പോയപ്പോൾ ദൈവം മോശയെ കൊല്ലാനൊരുങ്ങി എന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അതെ അപ്പോൾ സിപ്പോറ അതെ കൽക്കത്തി. അതെ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഇവൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഒരു പൈശാചിക സാമ്രാജ്യത്തോടാണ്. അവിടെ നീ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നമ്മൾ ഏലിയ ഭയപ്പെടുന്നതായിട്ടും അല്ലെങ്കിൽ ഏലിയ ഭയപ്പെട്ട് ഓടുന്നതായിട്ടും ഒക്കെ കാണുന്നത് ഈ കാർമെൽ മലയിൽ അഗ്നി ഇറങ്ങിയതിന് ശേഷമാണ്. അഗ്നി ഇറങ്ങിയതിന് ശേഷം ഈ ബാലിൻ്റെ പ്രവാചകന്മാരെ എല്ലാം ഏലിയ വകവരുത്തി. ഇപ്പോൾ ഏലിയ നിൽക്കുന്നത് ടോട്ടലി എക്സോസ്റ്റഡ് ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഏലിയായിൽ ദൈവം നിക്ഷേപിച്ച എല്ലാ കൃപകളും ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞു. അയാൾ എക്സോസ്റ്റഡായി. ഈ സമയത്താണ് ഏലിയ അയാളൊരു സാധാരണ മനുഷ്യനായിട്ട് നിൽക്കുക. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെയാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ദൗത്യ നിർവഹണത്തിന് വേണ്ടി മാത്രം വരികയും അതിനുശേഷം അവരെ വിട്ടുപോവുകയും ചെയ്യുന്നതാണ് പഴയ നിയമത്തിൻ്റെ പരിശുദ്ധാത്മ ആവാസത്തിൻ്റെ ഒരു ചരിത്രം. പുതിയ നിയമത്തിൽ മാത്രമാണ് മനുഷ്യരിൽ ദൈവാത്മാവ് വസിക്കുന്നത്. ആത്മധൈര്യത്തിൻ്റെ ആത്മാവ് പ്രവാചകന്മാരിൽ അവരുടെ ഡ്യൂട്ടി ബൗണ്ടായിട്ട് മാത്രമാണ് വസിച്ചിരുന്നത്. അപ്പോൾ അവർ ഒരു ദൗത്യം നിർവഹിക്കുമ്പോൾ അവരെ നമ്മൾ കരുത്തരായിട്ട് കാണുകയും ദൗത്യം ഇല്ലാത്ത സമയത്ത് അവരെ നമ്മൾ സാധാരണ മനുഷ്യരായി കാണുകയും ചെയ്യുന്ന ഒരു വിവരണമാണ് യഥാർത്ഥത്തിൽ ഏലിയായിൽ നമ്മൾ ഏലിയയുടെ ഭയം, ഏലിയ പേടിച്ചോടുന്നത്. അതാണ് ദൂതൻ കൊണ്ടുവന്ന് യാത്രാമധ്യേ ഭക്ഷണം കൊടുത്തിട്ട് പറയുന്നത്, നിനക്ക് ഇനിയും കുറച്ചുകൂടെ കരുത്താർജിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തി അയക്കുന്നതിൻ്റെ പശ്ചാത്തലം അതാണ്. അപ്പോൾ ജെറമിയ എന്തിനാണ് എന്നെ ജീവിപ്പിക്കാൻ അനുവദിച്ചത്, എന്നെ കൊന്നുകളഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ ജെറമിയ നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും ഇതുണ്ടായിരുന്നു. അതായത് അവരറിയിക്കേണ്ട ദൈവിക വെളിപാടുകൾ അറിയിക്കാനും ചെയ്യേണ്ട ദൈവ ശുശ്രൂഷ ചെയ്യാനും വേണ്ടി വരുമ്പോൾ ഇവർ അസാധാരണ കരുത്തരായിട്ട് മാറും. അല്ലാത്ത സമയത്തൊക്കെ അവർ സാധാരണ മനുഷ്യരായിരുന്നു. ഈ സ്വർഗാരോപണം ഏലിയായുടെ അതച്ഛൻ പറയുമായിരിക്കും, എങ്കിലും ഞാനൊന്ന് മുൻകൂട്ടി ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അങ്ങനെ ഒരു പ്രാധാന്യം ഏലിയായ്ക്ക് എന്താ ഉള്ളത്? സ്വർഗത്തിലേക്ക് മനുഷ്യനായിരിക്കെ തന്നെ അങ്ങ് എടുക്കപ്പെടുകയാണ്. അത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു മുൻ സൂചനയാണോ? അതായത് ഈ ഏലിയയുടെ ജീവിതത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ ഒരു തരത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ബാധ്യതയില്ലാത്ത ഒരു സമൂഹത്തിൽ. കാരണം അവർ ഓൾറെഡി യഹോവയെ തള്ളിപ്പറഞ്ഞ് കഴിഞ്ഞ ഒരു ജനമാണ്. എല്ലാ അർത്ഥത്തിലും അപ്രീസിയേഷൻ കിട്ടുന്നത് ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ജീവിച്ചാലാണ് അങ്ങനെ സാധിക്കുന്നത്. പിന്നെ ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഒരു സാമ്രാജ്യത്തിനെതിരെയാണ്. അയാൾ ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നത്. അയാളുടെ കൂടെ വിലപിക്കുന്നുണ്ടല്ലോ, ഞാൻ മാത്രമേ അവശേഷിച്ചുള്ളൂ, എല്ലാവരും കൊല്ലപ്പെട്ടു. അപ്പോൾ അവസാനത്തെ പട്ടാളക്കാരനായി നിൽക്കുമ്പോഴും വിശ്വസ്തനായിട്ട് നിൽക്കാൻ ഇദ്ദേഹം കാണിച്ച ഒരു സമർപ്പണം അനാദൃശ്യമായ, മറ്റ് നമുക്ക് താരതമ്യം ചെയ്യാൻ ഒരുപക്ഷെ വേറൊരാളില്ലാത്ത വിധം അത്രയും ഒരു അൺപാരലായ ഒരു സമർപ്പണമായിരുന്നു ഏലിയയുടെ സമർപ്പണം. എലീശായി പോലും അത്രയും നമ്മൾ കാണുന്നില്ല. അപ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക അല്ലെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് ഈ മനുഷ്യൻ കാണിച്ച ഒരു സമർപ്പണത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രതിഫലമായിരുന്നിരിക്കണം. അതായത് അങ്ങനെ ഒരു തലം ഈ വിഗ്രഹങ്ങളുടെ നാട്ടിൽ ഒരു സിസ്റ്റം മുഴുവൻ എതിരായി നിൽക്കുമ്പോൾ ഇനി ആരും തന്നെ, കൂട്ടത്തിലുള്ള ഇസ്രായേലിലെ ആരും തന്നെ യഹോവയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല കാര്യമായിട്ട് പരിഗണിക്കാത്ത സമയത്ത് എത്ര രാജാക്കന്മാരോടാണ് ഇയാൾ ഫൈറ്റ് ചെയ്യുന്നത്? ആഹാബിനോട് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന രാജാവിനോട്, രാജാവ് വിളിക്കാൻ വരുന്ന സമയത്ത് പട്ടാളക്കാരെ വിടുന്നു. അപ്പോൾ അത്രയും വിശ്വസ്തനായിട്ട് നിന്ന ഒരു മനുഷ്യനോട് ദൈവം കാണിക്കുന്ന ഒരുപക്ഷെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു കരുണ, തീഷ്ണത കൊണ്ട് ഞാൻ ജ്വലിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മലയുടെ ഗുഹയ്ക്കകത്തിരിക്കുന്ന ഒരു ഏലിയെ നമ്മൾ കാണുന്നില്ലേ? ആ ഗുഹയെന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഹോറേബിലാണ്. ഹോറേബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മോശ മുൾപ്പടർപ്പ് കണ്ട മലയാണത്. എന്ന് പറഞ്ഞാൽ ആ ഉറവിടങ്ങളോട് അത്രയും അയാൾ ചേർന്ന് നിന്നു. സോഴ്സസിലേക്കാണ് അയാൾ പോകുന്നത് മുഴുവൻ. ഒരിക്കലും ഈ കണ്ടംപററി വേൾഡ് വെച്ച് നീട്ടിയ, തൻ്റെ കാലം ഇങ്ങനെ നീട്ടിക്കൊടുത്ത പ്രലോഭനങ്ങളിലേക്ക് വീഴാതെ ഉറവിടങ്ങളിലേക്ക് പോയി ഒളിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടുന്ന് എനർജി സ്വീകരിക്കുന്ന ഒരാളായിട്ടൊക്കെയാണ്. അപ്പോൾ ഒത്തിരി തലങ്ങളുണ്ട് അതിന്. എനിക്ക് തോന്നുന്നു ആ ഒരു സമർപ്പണത്തിൻ്റെ മൂല്യം സൂചിപ്പിക്കാനാവണം അദ്ദേഹം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ഏലിയായുടെ മേലങ്കിയെക്കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. മോശയുടെ വടി പോലെയാണ് ഏലിയായുടെ മേലങ്കി. വടി പോലെ കട്ടിയായ മേലങ്കി ആയതുകൊണ്ടാണോ ഈ വെള്ളത്തിലൊക്കെ അടിക്കാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഇരട്ടിപ്പങ്ക് അഭിഷേകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏലിയ ചെയ്തതിൻ്റെ ഡബിൾ എനിക്ക് ചെയ്യണം എന്നാണ്. അതല്ലത്.
ഇരട്ടിപ്പങ്കെന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പങ്ക് എപ്പോഴും കിട്ടിയിരുന്നത് ആദ്യജാതനാണ്. 2 ഓഹരി കിട്ടുന്ന അപ്പൻ്റെ. അപ്പോൾ ഏലീഷ ഇരട്ടിപ്പങ്ക് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അടുത്ത പ്രവാചകൻ അങ്ങേപ്പോലെ തന്നെ ഈ രാജ്യത്ത് വിശ്വസ്തനായി ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന അടുത്ത പ്രവാചകൻ ഞാനായിരിക്കണം. ബാൻഡ് ഓഫ് പ്രോഫിറ്റ്സ് ആണ്. കുറേ പ്രവാചകന്മാരുണ്ടല്ലോ. അപ്പോൾ ഇനി എന്നെയാണ് ഈ ബാറ്റൺ ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ ബാറ്റൺ കൈമാറുന്നതാണ് ഈ മേലങ്കി വീഴുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംബോളിക്കായ മീനിങ്. അതായത് ഏലിയായുടെ മേലങ്കി ഏലീഷയുടെ മേൽ വീണു എന്ന് പറഞ്ഞാൽ ഇനി ഏലീഷയാണ് പ്രവാചകൻ എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതായത് ഇയാളുടെ ഓതറൈസേഷൻ ലെറ്ററാണ്. ഇപ്പം നമ്മൾ സ്ഥലം മാറി പള്ളിയിൽ പോകുമ്പം പിതാവ് തന്ന കൽപ്പന കൊണ്ടുപോകുന്ന പോലെ ഏലീഷായുടെ ഈ കൽപ്പനയാണ് ഈ മേലങ്കി. അപ്പോൾ ഏലീഷായുടെ മേൽ വ്യാപരിച്ച പ്രവാചകൻ എന്ന ഓതറൈസേഷനാണ് മേലങ്കി സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ആ മേലങ്കി അടിക്കുമ്പോൾ ജോർദാൻ പിരിയുന്നത്. മനസ്സിലായല്ലോ? അതിന് ഒരു ദൈവം അംഗീകരിച്ച ഒരു അധികാരം. ഇപ്പം ഇന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പസ്തോലിക അധികാരം എന്നൊക്കെ പറയത്തില്ല. ഇപ്പോൾ അച്ഛന്മാർ എന്തെങ്കിലുമൊക്കെ എക്സോർസിസം ചെയ്യുമ്പോൾ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ പിതാവ് വന്ന് ചെയ്യുക, അല്ലെ പിതാവ് കൊടുക്കുന്ന അധികാരത്തിൽ. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ മനോഹരമായൊരു കാര്യം കേട്ടു, എനിക്കറിയില്ലായിരുന്നു. അതായത് പിതാവ് കൊടുത്ത ഒരു അധികാരപത്രവും കൊണ്ട് അച്ഛന്മാർ പോയി എക്സോർസിസം ചെയ്യുന്ന പതിവ് സഭയിലുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുന്ന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങോട്ട് പൈശാചിക ശക്തിയെ പുറത്താക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിതാവ് ഇങ്ങനെ ഒരു കൽപ്പന, ഇത് അച്ഛന് ഞാൻ അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു വീടിന് വേണ്ടി മാത്രം അങ്ങനെയൊക്കെ എഴുതി സീൽ ചെയ്ത് തന്നാൽ അതും കൊണ്ട് പോയി എക്സോർസിസം ചെയ്യുമ്പോൾ ആ പവർ അവിടെ വ്യാപരിക്കുന്നതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ടു. അത് കാത്തലിക് ചർച്ചിലെ ഒരു നിലനിൽക്കുന്ന ഒരു സംവിധാനമാണത്. അതുപോലെ മത്രേസ്യ മറ്റോ ആരാണെന്ന് തോന്നുന്നു, ഓർമ്മ കറക്റ്റല്ല. അതായത് ഈ ഇങ്ങനെ കിട്ടിയ ഒരു കൽപ്പന കഥകിൽ ഒട്ടിച്ചു വെക്കുമ്പോൾ പിശാച് ഓടിപ്പോവായിരുന്നു എന്ന് പറയുന്ന ഒരു സൂചനയും കണ്ടു. അപ്പോൾ ഈ ഓതറൈസേഷനാണ് മേലങ്കി. ഏലീഷയിൽ യഥാർത്ഥത്തിൽ ഈശോയുടെ ഒരു മുൻനിഴൽ, അതായത് ഏലീഷ അപ്പം വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏലീഷ കുഷ്ഠരോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നു, ഒരു മരിച്ച കുട്ടിയെ ഉയർപ്പിക്കുന്നു. ഇതൊക്കെ അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടോ? ഏലീഷയിൽ അങ്ങനെ ഒരു നിഴൽ ഉണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് പഴയ നിയമത്തിലെ എല്ലാ കഥാപാത്രങ്ങളിലും ഉണ്ട്. ഈ എലീഷായും ഈശോയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട കണക്ഷൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്ഥലത്താണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഈശോ നോർത്തിലാണ് തുടങ്ങുന്നത്, ഗലീലിയിലാണ്. ഈ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളെന്നൊക്കെ പറയുന്നത് അസീറിയ രാജാവ് നാട് കടത്താൻ വരുമ്പോൾ ആദ്യം കീഴടക്കുന്ന പ്രദേശമാണ് ഈ സെബുലൂൺ നഫ്താലി പ്രദേശം. അതുകൊണ്ടാണ് ഈശോ തൻ്റെ പുതിയ നിയമ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഈ വടക്കൻ ഗോത്രങ്ങൾ നാട് കടത്തപ്പെട്ട സ്ഥലത്ത് നിന്നാണ്. റെസ്റ്റോറേഷൻ ആരംഭിക്കുന്നത് ഈ തകർച്ച ആരംഭിച്ച അതേ സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ശുശ്രൂഷ തുടങ്ങുന്നത് നോർത്തിലാണ്, ഗലീലിയിലാണ്. ഏലീഷ എന്തുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിഗ്രഹങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ യഹോവയുടെ ശക്തി തെളിയിക്കുക എന്നത് അന്നത്തെ ഒരു പ്രവാചകൻ്റെ ബാധ്യതയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏലീഷായ്ക്ക് മറ്റ് പ്രവാചകന്മാർ ചെയ്തതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം കഴിവ് കൊടുത്തു. അപ്പോൾ അതാണ് അത്ഭുതങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റ്. ഈശോയാണെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് പരസ്യ ജീവിതത്തിൻ്റെ ആരംഭകാലത്താണ്. ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നെ മിറക്കിൾസ് അധികമില്ല. കാരണം ദൈവശക്തിയാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ അത്ഭുതങ്ങൾ പ്രസക്തമായിരുന്നു. അപ്പോൾ അപ്പം വർദ്ധിപ്പിക്കുന്നതും അതുപോലെയുള്ള അത്ഭുതങ്ങളുമൊക്കെ ഈശോയിലേക്ക് കൃത്യമായ ഡയറക്റ്റായ ഒരു കണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഈശോയുടെ ഒരു നിഴലായിരുന്നു എന്ന രീതിയിൽ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നോർത്തേൺ കണക്ഷൻ ഇവർ തമ്മിൽ ഉണ്ട്. ഈ ആഹാബും ജസബലും, അച്ഛനൊരിക്കൽ പറഞ്ഞു, ഈ ആഹാബും ജസബലും ദുഷ്ടതയുടെ അല്ലെങ്കിൽ പൈശാചികതയുടെ ഒരു അടയാളമായിട്ടാണോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജസബൽ നൽകുന്ന ഒരു സൂചന, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം? അതായത് ഈ ജസബലിനെ പിന്നീട് വെളിപാട് പുസ്തകം ആണ് ജസബലിൻ്റെ അരൂപിയെക്കുറിച്ച് പറയുന്നത്. അത് പ്രധാനമായിട്ട് ഇപ്പോൾ ഈ എക്സോർസിസത്തിൻ്റെയൊക്കെ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ പറയുന്ന ജസബൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ ജസബലിൽ നിന്ന് വരുന്ന ഒരു പൈശാചിക രൂപി. അത് എന്താണ് ജസബൽ സ്പിരിറ്റ്? ഇപ്പം അച്ഛൻ ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു കണ്ടന്റ് ഒരു പക്ഷേ അതായിരിക്കും. അതായത് ഈ ജസബൽ സ്പിരിറ്റ് എന്താണെന്ന് വെച്ചാൽ പ്രവാചകന്മാരെ വേട്ടയാടുന്ന അരൂപി. അതാണ് ജസബൽ സ്പിരിറ്റ്. അതൊരു സ്ത്രീ ആവണമെന്ന് മാത്രം നിർബന്ധമില്ല. അതായത് പ്രവാചകന്മാരെ ദൈവ ശുശ്രൂഷ സമാധാനത്തോടെ ചെയ്യാൻ അനുവദിക്കാത്ത ഏത് അരൂപിയും വിളിക്കുന്ന പേരാണ് ജസബൽ. അപ്പോൾ അത് ജസബലിൽ നിന്ന് വരാൻ കാരണം ഒരു ഏലിയായെ പീഡിപ്പിച്ചത് ബൈബിളിൽ വിവരിക്കുന്ന ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതായത് ഒരു കാരണവശാൽ ഏലിയായെ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന ഉഗ്രശപഥം എടുത്ത. പിന്നെ ഇവരൊരു വിച്ചായിരുന്നു, ഒരു മന്ത്രവാദിനി. കാരണം സീദോൻ രാജാവിൻ്റെ പുത്രിയാണ്.
വിജാതീയ സ്ത്രീയാണ്, യഹൂദ സ്ത്രീയല്ല. അപ്പം അതുകൊണ്ട് തന്നെ മന്ത്രവാദികളുടെയും പ്രത്യേകിച്ച് ദുർമന്ത്രവാദികളുടെ എല്ലാം ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അതാണ് അവർ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ചെലവ് കൊടുത്ത് വളർത്തിയിരുന്ന പ്രവാചകന്മാരെയാണ് ഏലിയ നിഗ്രഹിക്കുന്നത്. അപ്പോൾ ആ മന്ത്രവാദം, ആഭിചാരം, വിഗ്രഹാരാധന എന്നിവ സൂചിപ്പിച്ച പൈശാചിക ശക്തികളെ സ്പോൺസർ ചെയ്തിരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് ജസബൽ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പൈശാചിക ശക്തിയുടെ, ജസബൽ എന്ന ഒരു സ്ത്രീ മനുഷ്യ സ്ത്രീയായി നിലനിൽക്കുമ്പോൾ തന്നെ ജസബൽ സൂചിപ്പിച്ച ഒരു അരൂപി പൈശാചികത തന്നെയാണ്. ഇന്നിപ്പോൾ കണ്ടംപററി ചർച്ചിൽ, ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ജസബൽ സ്പിരിറ്റിനെ ഒരു ലസ്റ്റിൻ്റെയോ അഡൽറ്ററിയുടെയോ അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് വരുന്ന അങ്ങനെ ഒരു സാധനത്തിൻ്റെ കാര്യമായിട്ടാണ് പൊതുവെ അവതരിപ്പിക്കപ്പെടുന്നത്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമല്ലത് ഇപ്പോൾ എന്താ പറയുന്നത്, ഞാനൊരു മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞാൽ, ചില ആളുകളുണ്ട് എന്താണ് പ്രാർത്ഥിച്ച് സന്ദേശം പറയുന്നു. പ്രാർത്ഥിച്ച് സന്ദേശം പറഞ്ഞിട്ട്, ഇപ്പം സ്ത്രീകളാണെന്ന് വെച്ചോ, സന്ദേശം പറഞ്ഞ് ദൈവ ശുശ്രൂഷകരെ ഇടം വലം തിരിയാൻ അനുവദിക്കാത്ത മനുഷ്യരുണ്ട്. അതായത് അവർ പറയുന്ന സന്ദേശങ്ങളിലൂടെ മാത്രമേ ഇവർ ജീവിക്കാവൂ. ഇത് ജസബലാണ്. അപ്പോൾ അതായത് ദൈവാത്മാവിനെ കേൾക്കാൻ അനുവദിക്കാതെ പറയുന്ന ഡോമിനേഷൻ, അങ്ങനെ ഒരു ആ സ്പിരിറ്റാണിത്. അപ്പോൾ ആ സ്പിരിറ്റ് നമ്മൾ പലരും അറിയില്ല, ഇത് ജസബലാന്ന് അറിയില്ല. ഞാൻ നല്ല സന്ദേശങ്ങൾ പങ്കുവെക്കുന്നവരുടെ ഒരു ശുശ്രൂഷയെ വിലയില്ലാതെ പറയല്ല. എനിക്ക് ഒത്തിരി, ഞാൻ സ്വകാര്യ സംഭാഷണങ്ങളിലും വ്യക്തിപരമായി പലരും പങ്കുവെച്ച അനുഭവങ്ങളിലും ഒക്കെ ഒത്തിരി ഞാനിത് കേട്ടിട്ടുണ്ട്. അതായത് ചില ആളുകളുടെ, നല്ല പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ, ആളുകളുടെ ഒരു സ്വാധീനത്തിൽ ചെന്നിട്ട് പിന്നീട് ഇവർ പറയുന്നതുപോലെ മാത്രമേ മൂവ് ചെയ്യൂ. യഥാർത്ഥത്തിൽ പിന്നെ ഈ ഡോമിനേഷൻ സ്പിരിറ്റ് ജസബലാണ്. ഞാൻ പറയുന്നത് അതാണ്. അത് മറ്റേത് ഈ സെക്ഷുവലായ കാര്യങ്ങൾ മാത്രമല്ല ഇത്. അതായത് ഒരാളെ ദൈവം പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയിലൂടെ പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതെ കൺട്രോൾ ചെയ്യുന്ന ഒരു അരൂപിയുടെ പേരാണ് ജസബൽ. നമ്മൾ ചെറിയ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്ന ഏതാനും പ്രവാചകന്മാരെ കുറിച്ച് തന്നെ ഈ സമയത്ത് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അതിൽ ഹോസിയ, ആമോസ്, യോന, മിക്ക ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇന്നും നമ്മുടെ ക്രിസ്തീയ ആത്മീയ ജീവിതത്തിൽ ഇവർക്കൊക്കെ ഇവരുടെ സന്ദേശങ്ങൾക്ക് വലിയൊരു പ്രസക്തി, പലപ്പോഴും നമ്മളെടുത്ത് വായിക്കുകയും സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന വളരെ ചെറിയ പുസ്തകങ്ങളാണെങ്കിൽ പോലും അതിലെ ഓരോന്നും വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകുന്നതാണ്. അങ്ങനെയൊരു സാധ്യത അവർക്ക് ഉണ്ടോ? അത് പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ കാലാതിവർത്തിയാണ്. എപ്പോഴും അതിനൊരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിലും, ഇപ്പോൾ ഇമ്മാനുവേൽ പ്രോഫസി, അതിനപ്പോൾ ഒരു അർത്ഥമുണ്ട്, പക്ഷേ അതിന് വരാൻ പോകുന്ന കാലത്തിന് വേണ്ടി ഒരർത്ഥമുണ്ട്. പ്രവാചകന്മാരുടെ എല്ലാ പ്രവചനങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ ജനത്തെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത് അവർ ദൈവം പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒരു മനുഷ്യന് ആത്മശോധന ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പ്രവചന ഗ്രന്ഥങ്ങളിലുണ്ട്. അതായത് ഒരു മനുഷ്യൻ എവിടെയൊക്കെയാണ് ദൈവം വരയ്ക്കുന്ന ഒരു വരയുടെ വെളിയിൽ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച വഴികാട്ടികളും സൂചനകളും അടയാളങ്ങളുമായിരുന്നു പ്രവാചകന്മാർ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സത്യത്തിൽ ഒരു ആത്മീയ വായനയ്ക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ബൈബിളിലെ ഗ്രന്ഥങ്ങൾ യഥാർത്ഥത്തിൽ പ്രവചന ഗ്രന്ഥങ്ങളാണ്. പ്രവചന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കൂടുതൽ നമ്മളെ കണ്ടെത്താൻ പറ്റും, ഒരുപക്ഷെ നമ്മുടെ ബലഹീനതകളെ കണ്ടെത്താൻ പറ്റും. പ്രവാചകന്മാർ ബലഹീനതകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, രണ്ട് കാര്യമാണ് എല്ലാ പ്രവാചകന്മാരും. ഒന്ന്, അവർ കഠിനമായ ദൈവത്തിൻ്റെ ശിക്ഷാവിധി, ദൈവ നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ അതിനെക്കുറിച്ച് അവർ പ്രവചിക്കും. അതേ പ്രവാചകൻ തന്നെ ആശ്വാസത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും മനോഹരമായ പ്രത്യാശയുടെ പ്രവചനങ്ങൾ നടത്തും. അതായത് ഒരാൾ തൻ്റെ തെറ്റിൻ്റെ, തൻ്റെ ബലഹീനതയുടെ ആഴം തിരിച്ചറിയുമ്പോൾ എങ്ങനെ ദൈവം റിസ്റ്റോർ ചെയ്യും എന്നതിൻ്റെ മനോഹരമായ സാക്ഷ്യങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് യെശയ്യായുടെയൊക്കെ ആ 40 കഴിഞ്ഞിട്ടൊക്കെ വരുന്ന അധ്യായങ്ങളെന്ന് പറയുന്നത് എന്തോ ഒരു ബ്യൂട്ടിഫുള്ളായ അധ്യായങ്ങളാണ്. നമ്മളിപ്പോൾ ഈ ഒരു പീരീഡിൽ ചർച്ച ചെയ്യുന്ന പ്രവാചകന്മാരിൽ ആമോസ് ഭയങ്കര കാർക്കശ്യത്തോടെയാണ്. പക്ഷേ ആമോസിൽ എന്തോ ഒരു മനോഹരമായ ഒരു ഭാഗമുണ്ട്. അതായത് ദൈവം പറയുകയാണ്, ഞാൻ ഇസ്രായേലിനെ ശിക്ഷിക്കാൻ പോവാണ്. അപ്പോൾ ആമോസ് പറയും, ദൈവമേ, യാക്കോബ് തീരെ ചെറിയവനല്ലേ, അവൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ദൈവം താൻ ചെയ്യാനിരുന്നതിൽ നിന്ന് അനുതപിച്ചു എന്ന് പറഞ്ഞാൽ പറയുകയാണ്, ദൈവമേ, യാക്കോബ് ഒരു തീരെ ചെറിയ ആളല്ലേ, അവൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവന് ഒരു ചെറിയ ആളല്ലേ, അവന് ഈ അബദ്ധമൊക്കെ പറ്റി എന്ന് പ്രവാചകൻ ഇങ്ങനെ നല്ല മനോഹരമായി. ആമോസിൽ ഹോസിയ, രണ്ടും ഇസ്രായേലിനോടാണ്. ആമോസ് കുറച്ചുകൂടെ കാർക്കശ്യ ഭാഷ ഉപയോഗിച്ചു, ഹോസിയ കുറെ കൂടെ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ വേശ്യയെ കല്യാണം കഴിച്ച് അങ്ങനെ. അപ്പോൾ യോനായുടെ ഒരു ജീവിതം നമ്മളിപ്പോഴും ഓർക്കുകയും
സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമല്ലേ. യോന യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വെളിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്നുകിൽ അതെ. ഇസ്രായേലിനോട്, അല്ലെങ്കിൽ യൂദായോട്, അല്ലെങ്കിൽ വെളിയിലുള്ള ഏതെങ്കിലും രാജ്യത്തോട്. അപ്പോൾ യോന പ്രവചിക്കുന്നത് അസീറിയയോടാണ്, നിനിവയോടാണ്. ചവനി പറഞ്ഞ പോലെ യോന കർത്താവ് പോലും ഉദ്ധരിച്ച പ്രവാചകനല്ലേ യോന. അതായത് കർത്താവും യോനായും ഒരു നാട്ടുകാരായിരുന്നു. അത് ശരി. അതായത് ഈ ഗലീലിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായിരുന്നു യോന. ഈ പരിസയന്മാരിടയ്ക്ക് ഒരു കാര്യം പറയും, നസറത്തിൽ നിന്ന്, ഗലീലിൽ നിന്ന് പ്രവാചകന്മാർ വല്ലവരും ഉണ്ടോ എന്ന് നിക്കോദെമോസിനോട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. യഥാർത്ഥത്തിൽ അവർ പറയുന്നത് തെറ്റാണ്. ഈ ഗലീലിൽ നിന്ന് പ്രവാചകന്മാരുണ്ടായിരുന്നു. ഒരു പ്രവാചകനാണ് യോന. ഈശോ യോനയെ കൂട്ടിയതിന്റെ കാരണം ഈ നാട്ടുകാരനായിരുന്നോണ്ടാണ്. നാട്ടുസ്നേഹം. അതെ. നമ്മൾ ഈ ഒരു ടൈം ലൈനിൽ ഉത്തമഗീതങ്ങൾ വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. ഈ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ബൈബിളിൽ ഏറ്റവും വായിച്ചിരിക്കേണ്ട പുസ്തകം ഉത്തമഗീതങ്ങളാണെന്ന്. അച്ഛനത് എത്രമാത്രം വിശദീകരിക്കാൻ സമയം കിട്ടുന്നുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? നമുക്ക് ഓടിച്ചൊന്ന് പറഞ്ഞു പോകാനുള്ളൊരു സമയം കിട്ടത്തുള്ളൂ. കാരണം മറ്റ് പ്രധാനപ്പെട്ട ചരിത്ര കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട്. യഥാർത്ഥത്തിൽ ഉത്തമഗീതത്തെക്കുറിച്ചുള്ള പഠനം ആണ് ബൈബിളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പഠനങ്ങളിലൊന്ന്. കാരണം ഉത്തമഗീതത്തെക്കുറിച്ച്, ഈ ചെറിയ ആ ഗ്രന്ഥത്തെക്കുറിച്ച് എഴുതപ്പെട്ട വ്യാഖ്യാനങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല. ഞാനത് പഠിപ്പിക്കുമ്പോൾ ആദ്യം ആമുഖത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്താണത് സൂചിപ്പിക്കുന്നതിനെക്കുറിച്ച്. ഈ സോളമൻ രാജാവിന് കൺട്രി സൈഡിൽ ഒരു തോട്ടം, മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തോട്ടത്തിൽ 2 സഹോദരന്മാർ, കൃത്യമല്ല എന്നാലും അങ്ങനെയാണ് തോന്നുന്നത്, 2 സഹോദരന്മാരുടെ ഒരു സഹോദരിയുള്ള ഒരു ഫാർമർ, മക്കളായിട്ട് 3 പേരുള്ള ഒരു കർഷകൻ. ആ കർഷകൻ്റെ മകളാണ് ഇതിനകത്തെ കഥാനായിക. അപ്പോൾ അവള് സോളമൻ രാജാവാണെന്നറിയാതെ രാജാവിനെ കണ്ടുമുട്ടുന്നു, പ്രേമിക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് എന്നെ കൊണ്ടുപോകാത്തത് എന്താണ് എന്ന് കാതരയായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ രാജാവ് വന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇതാണ് അതിൻ്റെ ഒരു പ്രമേയം. ഇത് മണവാളനായ ദൈവവും മണവാട്ടിയായ ആത്മാവും തമ്മിലുള്ള ഒരു സ്നേഹ സംയോഗത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് യഥാർത്ഥത്തിൽ ബൈബിൾ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതായത് ഒറ്റപ്പെട്ട ഒത്തിരി വാക്യങ്ങൾ, വോളിയംസ് വിശദീകരിക്കാൻ പറ്റുന്നത് ഉത്തമഗീതത്തിൽ ഉണ്ട്. പൊതുവെ ആളുകൾ അതിനകത്തെ ചില ലൈംഗിക പരാമർശങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധത്തിലെ പരാമർശങ്ങൾ ഉള്ളതുകൊണ്ടാണ് വായിക്കാതെ വിടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പോയറ്റിക് ആംഗിളിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും ഉത്തമഗീതം തീർച്ചയായിട്ടും നമ്മൾ ഒരുപക്ഷെ നിരന്തര വായനയ്ക്ക് വിധേയമാക്കേണ്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഈ വിഭക്ത രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഈ ടൈം ലൈനിൽ ചർച്ച ചെയ്യുമ്പോഴേ ആനുകാലിക സാഹചര്യം, ഒരു വിഭക്ത സഭ അല്ലെങ്കിൽ വിഭക്ത ദൈവജനം അതുണ്ടാക്കുന്ന കെടുതികൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ അത് എത്രമാത്രം താറുമാറാക്കുന്നുണ്ട് എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ എന്താ പറയാൻ സാധിക്കും? അതായത് നമ്മൾ ഈ ബൈബിൾ, ഞാനെപ്പോഴും ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഇത് അവരുടെ കഥയല്ല, ഇത് നമ്മുടെ കഥയാണ്. അതായത് നമ്മളിൽ നിന്ന് വേറിട്ട ഒരു കഥയല്ല നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് അവർ സ്റ്റോറി. എല്ലാ കാലത്തെയും എല്ലാ മനുഷ്യൻ്റെയും ജീവിത കഥയാണ് ബൈബിൾ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വിഭജിക്കപ്പെട്ടു പോയ ഒരു രാജ്യത്തിൻ്റെ, അതിലെ ദൈവത്തിൻ്റെ ക്രമത്തിൽ നിന്ന് മാറിപ്പോയ ഒരു രാജ്യത്തിൻ്റെ നാശമാണ് സത്യത്തിൽ ഈ വിഭക്ത രാജ്യം എന്ന ടൈം പീരീഡിൻ്റെ ആ വായനയിൽ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത്. അസീറിയയിലേക്ക് ഈ വടക്കൻ ഗോത്രങ്ങൾ നാടുകടത്തപ്പെടുകയും അവരെ പിന്നീട് വിളിക്കുന്നത് ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങൾ. ചരിത്രത്തിൽ ഓർമ്മകൾ പോലും ശേഷിപ്പിക്കാതെ മാഞ്ഞ് അലിഞ്ഞ് ഇല്ലാതാവുന്ന ഒരു ജനതയുടെ ചരിത്രമാണിത്. അപ്പോൾ ദൈവം ഒരുക്കുന്ന പദ്ധതിയുടെ ഭാഗമാകാതെ വിഭജിച്ചു പോകുന്ന എല്ലാ സമൂഹങ്ങളെയും കാത്തിരിക്കുന്ന അനിവാര്യമായ ദുരന്തം നാമാവശേഷമാവുക എന്നതാണ്. ലോകത്തെ ഏറ്റവും പുരാതനമായതും മുടക്കമില്ലാതെ നിർബാധമായിട്ട് ചരിത്രത്തിലൂടെ തുടരുന്നതുമായ എല്ലാ കാലത്തുമായി നിലനിൽക്കുന്ന ഒരു സിസ്റ്റം കാത്തലിക് ചർച്ചാണെന്ന് പറയും. അത് നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളോട് ചേർന്ന് നിന്നു എന്നതാണ്. നിലനിൽക്കാൻ പോകുന്നത് ദാവീദിൻ്റെ രാജ്യമാണ്. വരാൻ പോകുന്നത് ദാവീദിൻ്റെ പരമ്പരയിലെ രക്ഷകനാണ്. അപ്പോൾ ആ പരമ്പരയോട് ചേർന്ന് നിൽക്കാത്തവർ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇടവഴിയിൽ വെച്ച് തിരോഭവിക്കും. കാഴ്ചയിൽ നിന്ന് അവർ വിസ്മരിക്കപ്പെട്ടു പോവും, ഇല്ലാതായി പോവും എന്ന് ഉള്ള ഒരു സൂചന, ഒരുപക്ഷെ ഭയാനകമായൊരു സൂചന ഇത് നൽകുന്നുണ്ട്. ഈ ഛിന്നഭിന്നമായി പോകുന്ന എല്ലാ സമൂഹങ്ങളുടെയും ഒരു ദുരവസ്ഥ, ദുരന്തം കാത്തിരിക്കുന്ന ഒരു പ്രതിസന്ധി തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മണിക്കൂറോളം ആകുന്നു. അപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ശബ്ദം കുറവായതുകൊണ്ട് യഥാർത്ഥത്തിൽ
ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കണമെന്ന് ഓർത്താണ്. ദീർഘമായ ചർച്ചയാന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഇന്നാണ് സത്യത്തിൽ സ്വരം ഏറ്റവും പോയിരുന്ന സമയത്താണ് ഏറ്റവും നമ്മൾ ദീർഘമായിട്ട് സംസാരിച്ചത്. പക്ഷേ ഇത് നഷ്ടമല്ല. ഇത് നമ്മുടെ വായനക്കാർക്ക്, നമ്മുടെ കേൾവിക്കാർക്ക് ഒത്തിരി ഒരു ആത്മീയ ബോധ്യങ്ങൾ പകരുന്ന ചർച്ചയായിട്ട് മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അച്ഛനെക്കുറിച്ചുള്ള ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ടീമിൽ ഒരുമിച്ച് കൂടുമ്പോൾ പറയാറുണ്ട്. അതായത് അച്ഛൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ലക്ഷക്കണക്കിന് വായനക്കാരെയാണ്. അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ചോദിക്കാതെ പോയാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും വായനക്കാര് അച്ഛൻ്റെ മേലാണ് അതെ അതെ വെക്കുന്നത്. ഇനി അച്ഛൻ എത്ര മനോഹരമായിട്ട് ഓരോന്ന് ചോദിച്ചാലും അവർ കൈയടിക്കുന്നതും അവരാണ്. അതെ. അപ്പോൾ അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ ഈ ഒരു ചർച്ചയിൽ ഒത്തിരി ആളുകൾ, നമ്മുടെ വായനക്കാർ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഇത് കേൾക്കുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ആ സന്തോഷം കൂടി പങ്കുവെക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുതിയ ഈ വായനാ കാലഘട്ടത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ പുതിയ വായന തുടങ്ങുമ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവരുടെ കഥയല്ല, ഇത് നമ്മുടെ കഥയാണ്. ഇത് അവരുടെ ജീവിതമല്ല, നമ്മുടെ ജീവിതമാണ് എന്ന ഓർമ്മയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.